ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ നരിക്കുനിൻ്റെ അടുത്തുള്ള വട്ടോളി മഞ്ഞളാംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സമീറിനെ കാണാനാണ്. സമീറിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. സമീറിന് പക്വത കുറവുണ്ട്, പിന്നെ പൈസേൻ്റെ കണക്ക് അങ്ങനെ എഴുത്തും വായന അങ്ങനെയൊന്നും അറിഞ്ഞൂടെ, പഠന വൈകല്യമുണ്ട്. ജോലിക്കൊക്കെ പോകുന്നതാണ്, പക്ഷേങ്കിൽ കൂലിയൊക്കെ ചോദിച്ച് വാങ്ങുന്ന അങ്ങനത്തെ ഒന്നും അറിഞ്ഞൂടാ, കൊടുക്കുന്നതെങ്കിൽ വാങ്ങിപ്പോരും, അങ്ങനത്തെ ഒക്കെ ഒരു വിഷയമാണ്. ഡീറ്റെയിൽ ആയിട്ട് അവരോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. വീട് പരിസരമെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വണ്ടി വീട് വരെ വണ്ടി എത്തൂല, അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ കണ്ടത്തോടെ നടന്ന് വരണം കേട്ടോ. അപ്പോൾ ഇതാണ് വീട്, സമീറിൻ്റെ വീടാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ സമീർ. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? ഇത് മുഹമ്മദ് ക, ഇവിടുത്തെ അയൽവാസിയാണ് കേട്ടോ. സമീറിന്റെ ഉപ്പ ഇല്ല അല്ലേ? ഇല്ല. പിന്നെ ഉമ്മാക്ക് പ്രായമായതാണ് അല്ലേ? പിന്നെ ഒരു പെങ്ങള്. ഇവര് 2 മക്കളാണ് അല്ലേ? ഒരാണും ഒരു പെണ്ണാണ്. പെങ്ങള് കല്യാണം കഴിഞ്ഞ് തിരുവരയൊക്കെ കെട്ടിച്ചത്. അപ്പോൾ ഇനി സമീറിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യണം. സമീറിന് ആദ്യം വിവാഹം കഴിഞ്ഞില്ലേ? 2 പ്രാവശ്യം. എന്നിട്ട് എന്താ ഡിവോഴ്സ് ആവാൻ കാരണം? അത് രണ്ടാള് അവരെ പറ്റിച്ചു പോയി എന്ന് തന്നെ പറയാം. ആഭരണം കിട്ടാൻ വേണ്ടി ഒരു കമ്മിറ്റിയിൽ നിന്ന് കല്യാണം കഴിച്ച് അതിൽ നിന്ന് പൈസ എല്ലാം കൂടി ആക്കിയപ്പോൾ പോയി. പിന്നെ രണ്ടാമത് വേറൊന്ന് കഴിച്ചപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ ഉള്ള ഒരു പെണ്ണായിരുന്നു. അപ്പൊ ജോലിയോ കിട്ടി ഇവിടെ EH ഹോസ്പിറ്റലിൽ. ഏത് ഹോസ്പിറ്റലില്? EH ഇവിടെ തന്നെ. അവിടെ ജോലിയെല്ലാം കിട്ടിയാലോ? അവിടെ ജോലിയായി പോയപ്പം പിന്നെ ഒരു പോരായ്മ തോന്നുക, ആ രീതിയിൽ ആണ് അവള് പോയതെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ശരി, അങ്ങനെയാണ് 2 ആളും ഒഴിവായത് അല്ലേ? നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ സമീറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഓവറായിട്ട് ഭയങ്കര വിദ്യാഭ്യാസം ഭയങ്കര ഉള്ളവരൊന്നും ചിലപ്പോൾ യോജിച്ച് പോയിന്ന് വരില്ല അല്ലേ? ഓനനുസരിച്ചുള്ള ഒരാളെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരാൾ വരട്ടെ. സമീറിന് എത്ര വയസ്സായി? വയസ്സ് 40 അല്ലേ? അതെ. ഗുളിക കാര്യങ്ങൾ എന്താ ഉണ്ടായിക്ക? പക്വത കുറവാണ് അല്ലേ? പിന്നെ പഠന വൈകല്യം അല്ലേ? പൈസേന്റെ കണക്ക് കാര്യങ്ങളൊന്നും അറിയൂല. എന്ത് ജോലിയാ ചെയ്യുന്നത് സമീർ? നാടൻ പണിക്ക്, തേങ്ങ പൊളിക്ക്. കൂടുതൽ പോവാ തേങ്ങ പൊളിക്കാണ് പോവുക. എല്ലാ പണിക്കും പോവും. അത് ശരി. അപ്പൊ ഈ നാട്ടുകാർക്കൊക്കെ സുപരിചിതനാണ് അല്ലേ? എല്ലാവർക്കും അറിയാം ആള്. എല്ലാ പണിയും എടുക്കുന്ന എല്ലാ കാര്യത്തില് നമ്മളെക്കാൾ മുൻപന്തിയിലാണ്. ഞങ്ങൾക്ക് വലിയ പേടിയാവന പള്ളിന്ന്. പള്ളിയുടെ കാര്യത്തിൽ വെച്ചാൽ റമദാനിൽ ഒരു നോൻപ് ഒഴിവാക്കൂല, പള്ളിയിൽ തന്നെയാണ് ഫുള്ള്. സുബൈ ഒഴിച്ച് ബാക്കിയൊക്കെ പള്ളിയിലാണ്. അതെ. അപ്പൊ അത്രയും ദീനീപരമായിട്ടൊക്കെ നിസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം അല്ലേ? കറക്റ്റ്. അതെ. അതിന്റെ ആയത്തോതലും ഖുർആനോതലും നമ്മള് ഇമാം തുടങ്ങുന്ന അത്രയും ക്ലിയർ ആയിട്ട് ഓനാ ഫാത്തിഹ ഓതി തീർക്കും. അതെ. എല്ലാം അദ്ദാതൊക്കെ ചെല്ലാന്ന് പറഞ്ഞാല് ഓനാണ് ആദ്യം തുടങ്ങുന്നത്. അതെ, അത്രയും അതൊരു ഭയങ്കര കഴിവാണ്. പക്ഷെ വേറെ പാഠം പഠിച്ചിരുന്നു. അതെ, വേറൊരു കാര്യം നോക്കി വായിക്കാനോ എഴുതാനോ ഒന്നും ആവൂല. അതെ. പിന്നെ വലിയ നോട്ട്, ചെറിയ നോട്ട് എത്ര പൈസ കൊടുത്താലും അല്ലേ? പൈസന്റെ കണക്ക് കറക്റ്റ് ആയിട്ട്. 2 ഫോണാണ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പിന്നെ നെറ്റൊക്കെ ഉള്ള ഒരു ഫോണുണ്ട്. യൂട്യൂബ് ഉപയോഗിച്ച് സലാത്ത്, മൊയിലു അങ്ങനത്തെ ഖുർആൻ ഇതൊക്കെ എടുത്തുങ്ങാൻ ഇങ്ങനെയോ ഓണാക്കിയിട്ടാണ് പോവുക നടത്തത്തിന്. അത് പള്ളിയിലും പിന്നെ പള്ളിയൊന്നും തൊടൂല, സൈലന്റ് ആക്കി അവിടെ വെക്കും. പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെയും സലാത്തും ഇതൊക്കെ തുടങ്ങും. അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ മലയാര ഞങ്ങളൊക്കെ ശരിക്കും നേരിട്ടിട്ട് വിളിക്കും, ആരും കാണിച്ചു കൊടുക്കണ്ട. അതെ, ഒന്ന് തന്നെ നേരിട്ട് വിളിക്കും. അതെ. ഇപ്പൊ 40 വയസ്സല്ലേ ആയത്? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുവയ്ക്കാം നിങ്ങളൊരു അഭിപ്രായത്തില്? ഒരു 35-36 വരെയൊക്കെ നോക്കാം അല്ലേ? ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ള ആൾ പറ്റുമോ? ചെറിയ ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, അനുസരിച്ച് എന്ന് വെച്ചാൽ വെനോട് ബസ് കയറ്റി കൊണ്ടാൻ കഴിയണം. ഇവിടുന്ന് പോകാൻ ഇവിടെ ആരുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. അതെ, ആ ഒരു പ്രയാസമേ ഉള്ളൂ. അതെ. പൈസയും ഒക്കെ ഉണ്ടാവും, പണിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഓൻ ചെയ്യുകയും ചെയ്യും. അതെ. ഓൻ്റെ കൂടെ ആ ബസ് കയറി കൊണ്ടുപോയി തിരിച്ചു വരാൻ കഴിയണം. അതെ, അതെ. ഇനി ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിലോ കാലിനോ എന്തെങ്കിലും പ്രശ്നത്തിലുണ്ടെങ്കിൽ ഓൻ നയിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു വെള്ളം കാച്ചി കുടിക്കുക. അതെ. ദൂരമൊന്നും പ്രശ്നമില്ലല്ലോ? അന്ന് ദൂരമൊന്നും പ്രശ്നമില്ല, എന്നാലും ഇങ്ങോട്ട് വന്ന് കിട്ടണം. അതെ, കാരണം വീട്ടിൽ ഉള്ളതാണല്ലോ, ഇതാണല്ലോ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്ന നല്ലൊരു ആളെയാണ് നമുക്ക് വേണ്ടത്. ഡിവോഴ്സ് ആയതും ഭർത്താവ് മരിച്ചതൊക്കെ നമ്മൾ സ്വീകരിക്കും അല്ലേ? അതെ. കുട്ടികളുള്ളത് ബാധ്യത ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ. 40 വയസ്സാണ് ഇപ്പോൾ ആയത്. അതിനനുസരിച്ചുള്ള ഒരാൾ വരട്ടെ. പിന്നെ നല്ലപോലെ അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ളൊരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. മാക്സിമം അന്വേഷിച്ച് ചെയ്യുക കേട്ടോ. പലരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക.
അന്വേഷിച്ച് ചെയ്യാം. അപ്പോൾ ഇവർക്ക് വേറൊരു അഭിപ്രായം കൂടി ഉണ്ട്. ഇപ്പോൾ 40 വയസ്സാണല്ലോ ആയത്, അപ്പോൾ അതിനെക്കാട്ടും കുറച്ച് 1-2 വയസ്സ് കൂടിയാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത് അല്ലേ. കുറച്ചുകൂടി ഒരു പക്വത ഉള്ള ഒരാളാവുമല്ലോ എന്നുള്ളത്. അപ്പോൾ വയസ്സിനൊത്തൊരു പക്വത എന്തായാലും സമീറിനില്ല. അപ്പോൾ അതുള്ള ഒരാളാകുമ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാൾ തന്നെ ആവണം അല്ലേ, അതാണ് മെയിൻ. ഇവർ രണ്ടാളും തന്നെ ഉമ്മയും മോനും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വീട് പരിപാലിക്കാനും കാര്യത്തിലൊക്കെ ആയിട്ട്. പിന്നെ അയ്യോ വയലൻ്റ് ആകുന്ന ദേഷ്യം പിടിക്കുക അങ്ങനത്തെ പ്രശ്നം ഇല്ലല്ലേ. ആള് സൈലൻ്റ് ആണ്. ആള് പാട്ട് പാടുവാ? രണ്ടുപേരും പാട്ട് പാടി എന്നാല് പാടി വിലാലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദീന സേടിതൽ. അടിപൊളി, കറക്റ്റ് 2 പരിപാടിക്ക്. അപ്പോൾ പണിക്ക് പോവുക അങ്ങനത്തെ ഇതാണ്. അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞ് നല്ലൊരാൾ വരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഇങ്ങനെ തന്നെയല്ലോ, അതിനനുസരിച്ച് കൊണ്ടൊരു അള്ളാനെ വിചാരിച്ചു പോനെ ഒന്ന് സഹായിക്കാൻ. അതെ, ഒരാൾ വരട്ടെ ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല. അപ്പോൾ ഫ്രണ്ട്സ്, മുഹമ്മദ് കെ സമീറെല്ലാം പറഞ്ഞ നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരിക. പിന്നെ ദൂരം നമുക്ക് പ്രശ്നമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 42-41 വയസ്സായാലൊന്നും പ്രശ്നമില്ല. വയസ്സൊന്നും നല്ല ഇവിടുത്തെ പ്രശ്നം, അവനെ മനസ്സിലാക്കുന്ന ഒരാളാവാന്നുള്ളത്. പിന്നെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സ്വീകരിക്കും. കല്യാണമൊന്നും ഡിവോഴ്സ് ആയിപ്പോയതല്ലേ, പല ബുദ്ധിമുട്ടുകളോട്ട് കല്യാണം നടക്കാത്ത അങ്ങനെയൊക്കെയുള്ള മലപ്പുറത്തും പിന്നെ നമ്മളെ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ജോലിക്ക് പോകുന്നുണ്ട്, അവന് പെൻഷൻ കിട്ടുന്നുണ്ട്, പിന്നെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പണിക്ക് പോയി ഇത്ര പൈസ കൊണ്ടുവരണം, ഇത്ര ചോദിച്ച് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാത്തതിൻ്റെതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സമീറിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേറെ അങ്ങനെ ഗുളിക ഓടിക്കോ വയലൻ്റ് അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു പക്വതക്കുറവ്, ഒരു അറിയായ്മ, ഒരു എഴുത്തും വായനൊന്നും അറിഞ്ഞൂടാ, പൈസേനെ കണക്കറിഞ്ഞൂടാ, അതിൻ്റെതായ വിഷയങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം. ഇവിടെ വന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോകാം. ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്, ബാക്കി നിങ്ങൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ.